ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. യെശയ്യാ പ്രവചനം 66 അധ്യായം 2 വാക്യത്തിൽ കൂടെ പരിശുദ്ധയാത്മാവ് രാവിലെ സമയം നമ്മോട് സംസാരിപ്പാൻ ആഗ്രഹിക്കുന്നു. അരിഷ്ടനും മനസ്സ് തകർന്നവരും എൻ്റെ വചനത്തിങ്കിൽ വിറയ്ക്കുന്നവരുമായുള്ളവരെ ഞാൻ നിങ്ങളെ കടാക്ഷിക്കും. ദൈവത്തിൻ്റെ ആത്മാവ് രാവിലെ സമയം നമ്മോട് പറയുന്നു, ഞാൻ നിങ്ങളെ കടാക്ഷിക്കും. 3 തരത്തിൽ ഉള്ള പ്രിയപ്പെട്ടവരോടാണ് പറയുന്നത്. അരിഷ്ടൻ, മനസ്സ് തകർന്നവൻ, ദൈവവചനത്തിങ്കിൽ വിറയ്ക്കുന്നവൻ. ആകാശത്തെയും ഭൂമിയും ഉണ്ടാക്കിയ സർവശക്തനായ ദൈവമാണ് അരുളി ചെയ്യുന്നത്. കർത്താവ് പറയുന്നു, എൻ്റെ വചനത്തിൽ വിറയ്ക്കുന്നവരെ, വചനം നിമിത്തമായി അല്ല എൻ്റെ നാമം നിമിത്തമായി നിങ്ങളെ പുറത്താക്കി നിന്ദിച്ചുകൊണ്ടിരിക്കുന്നവർ, അവർ പറയുന്നു, നിങ്ങളുടെ ദൈവം തന്നെ മഹത്വീകരിക്കട്ടെ, ഞങ്ങൾ കണ്ട് സന്തോഷിക്കുവാൻ. പ്രിയപ്പെട്ടവരെ, പുറത്താക്കി ലജ്ജിപ്പിച്ച് വേദനപ്പെടുത്തുന്ന ശത്രുക്കളുടെ ശബ്ദം കേട്ടിട്ട് മിണ്ടാതിരിക്കുന്നൊരു ദൈവമല്ല നമ്മുടെ ദൈവം. ദൈവം രാവിലെ സമയം പറയുന്ന ഒരു നാദം കേൾക്കുന്നു, മറ്റൊന്നുമല്ല, ശത്രുക്കളോട് പ്രതിക്രിയ ചെയ്യുന്ന യഹോവയുടെ നാദം തന്നെ. ഇത് ഇസ്രായേൽ ജനത്തിൻ്റെ അവസാന നാളുകളിലുള്ള ദൈവീക പ്രവചനമാണെങ്കിലും കർത്താവിൻ്റെ വചനത്തിൽ വിറയ്ക്കുന്ന ഏവരോടും ഈ ദൈവവചനം ഇന്ന് രാവിലെ സമയം സംസാരിക്കുന്നു. യഹോവയുടെ നാമനിമിത്തം, യേശുക്രിസ്തുവിൻ്റെ നാമനിമിത്തം പുറത്താക്കപ്പെട്ട് തകർക്കപ്പെട്ട് ലജ്ജിപ്പിക്കുമെന്ന് പറഞ്ഞ് വാദിച്ചു നിൽക്കുന്ന ഒരു ശത്രു സൈന്യം അവരുടെ നേരെ യഹോവയുടെ കൈകുലുക്കാൻ പോവുകയാണ്. അതുകൊണ്ട് ദൈവാത്മാവ് പറയുന്നു, അരിഷ്ടനും മനസ്സ് തകർന്നവനും യഹോവയുടെ വചനത്തിൽ വിറയ്ക്കുന്നവനുമായുള്ളവേ, ഞാൻ നിങ്ങളെ കടാക്ഷിക്കുന്ന നാളുകളാണ്. അതേ പ്രിയപ്പെട്ടവരെ, യഹോവയുടെ കടാക്ഷം ഇന്ന് രാവിലെ നമുക്കുണ്ടാകുകയാണ്. നിങ്ങൾ യഹോവയുടെ വചനത്തിൽ വിറയ്ക്കുന്നവരാണോ? കർത്താവായ യേശു ക്രിസ്തു വചനമായി ജഡത്തിൽ ഈ ഭൂമിയിലേക്ക് വന്നു, സകല ജനത്തിൻ്റെയും രക്ഷകനായി തീർന്നു. രക്ഷകനായ കർത്താവ് തൻ്റെ സ്വന്തം നാവ് കൊണ്ട് അരുളി ചെയ്തതായ അനേക വചനങ്ങൾ അത് അനുവർത്തിക്കുന്ന ഒരു ദൈവഭക്തനാണ് വചനത്തിൽ വിറയ്ക്കുന്നവൻ. അങ്ങനെയുള്ള ഭക്തന്മാർക്ക് വേണ്ടി യഹോവ തൻ്റെ കടാക്ഷം അയക്കുമെന്ന് പറയുന്നത്. ഏതു വലിയ പ്രതികൂല സാഹചര്യങ്ങളെയും സർവശക്തൻ്റെ കടാക്ഷത്താൽ നിസ്സാരമായി, വഴി നിരപ്പുള്ളതായി, ദുർഘടങ്ങൾ മാറി, അതേ അടഞ്ഞുകിടക്കുന്ന വാതിലുകൾ തുറക്കപ്പെട്ട് മാനിച്ചാതിരിക്കുവാൻ ദൈവം ശക്തൻ. യഹോവ നമ്മെ കടാക്ഷിക്കുന്ന ദിനങ്ങളാണ്. ആകയാൽ ഭാരപ്പെടേണ്ട. അരിഷ്ടനും മനസ്സ് തകർന്നവരും യഹോവയുടെ വചനത്തിൽ വിറയ്ക്കുന്നവരുമായുള്ളവേ, ഞാൻ നിങ്ങളെ കടാക്ഷിക്കുമെന്ന് യഹോവയുടെ അരുളപ്പാട്.